പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാമത്തെ വചനം നമുക്ക് വായിക്കാം. അതുകൊണ്ട് ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു വചനമാണ് ഇന്നത്തെ വചനം. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്. ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തെ സ്നേഹിച്ചും ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. എന്നാൽ അവരൊക്കെ കഷ്ടം സഹിക്കുന്നതായിട്ട് കാണുന്നു. അവർക്കൊക്കെ കഷ്ടതകൾ ഒരുപാട് ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു. അനേക കഷ്ടങ്ങളോട് കൂടി ഞാൻ ദൈവത്തെ സേവിച്ചു എന്നാണല്ലോ പൗലോസ് അപ്പോസ്തലൻ്റെ സാക്ഷ്യം തന്നെ. ദൈവഹിതപ്രകാരം കഷ്ടം അനുഭവിക്കുന്ന ദൈവമക്കളെ സംശയദൃഷ്ടിയോടെ കാണുകയും അവരെ വിമർശിക്കുകയും ചെയ്യുന്ന ആളുകൾ ആത്മീക സമൂഹത്തിലുണ്ട്. വാസ്തവത്തിൽ അവരുടെ ഹൃദയദൃഷ്ടി വേണ്ടുന്നതുപോലെ പ്രകാശിക്കപ്പെടാത്തത് കൊണ്ടാണ് അങ്ങനെ അവർ ചെയ്യുന്നത്. അവരെന്താണ് ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ആളുകൾക്ക് രോഗങ്ങളോ പീഡകളോ കഷ്ടങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടോ ഒറ്റപ്പെടുത്തലോ ഒക്കെ വരുമ്പോൾ അവരെ വിമർശിക്കുന്നത്. വാസ്തവത്തിൽ സഹോദരന്മാരെ കുറ്റം ചുമത്തുന്ന അപവാദിയായ പിശാചിനെക്കുറിച്ച് തിരുവെഴുത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവഹിതപ്രകാരം ഒരു വ്യക്തി കഷ്ടം അനുഭവിക്കുമ്പോൾ ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തി ഒറ്റതിരിഞ്ഞ് ആ വ്യക്തിക്കെതിരെ വിമർശിക്കുന്ന ആളുകൾ സാത്താൻ്റെ പങ്കാളികളാണെന്ന് മനസ്സിലാക്കണം. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്ക് ദൈവത്തിൻ്റെ ശാസന കിട്ടുവാനുള്ള കാരണം എന്തായിരുന്നു? നേരുള്ളവനും നിഷ്കളങ്കനും ദോഷം വിട്ടകലുന്നവനും എന്ന് ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരു ഭക്തനായിരുന്നു ഇയ്യോബ്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്നപ്പോൾ ഇയ്യോബിൻ്റെ കഷ്ടതകൾ ഇയ്യോബിൻ്റെ പാപം നിമിത്തമാണെന്ന് വിമർശിച്ച ഇയ്യോബിൻ്റെ ആത്മാർത്ഥ സ്നേഹിതന്മാർ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ശാസനയ്ക്ക് വിധേയരപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവം തൻ്റെ ഭക്തന്മാരെ അനേക കഷ്ടങ്ങളിൽ കൂടി കടത്തിവിടുന്നു. അത് കഷ്ടത അനുഭവിക്കുന്നവരുടെ ജീവിതത്തിലെ ഏതോ വലിയ പാപം നിമിത്തം ആണെന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ പോലെ നാം ചിന്തിക്കുവാൻ പാടുള്ളതല്ല എന്നാണ് ഇന്നത്തെ വചനത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. ഭൗതികമായ സമൃദ്ധി, ആരോഗ്യം, ഇതൊക്കെയാണ് ദൈവപ്രസാദത്തിൻ്റെ തെളിവെന്നും കഷ്ടങ്ങളും ഉപദ്രവങ്ങളും പീഡനങ്ങളും ദൈവത്തിന് മഹത്വകരമല്ലെന്നുമുള്ള ലോകത്തിൻ്റെ ചിന്താഗതി ഇന്ന് അനേകർ മനസ്സിൽ വെച്ച് പുലർത്തുകയാണ്. സാമ്പത്തിക ഉയർച്ചകളും ശാരീരിക ആരോഗ്യവും അനുഗ്രഹത്തിൻ്റെ ലക്ഷണമാണെന്നും വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും ഞെരുക്കവും ദാരിദ്ര്യവും ശാപമാണെന്നുമൊക്കെ പഠിപ്പിക്കുന്ന ആളുകൾ വാസ്തവത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ വേറൊരു സുവിശേഷമാണ് പ്രസംഗിക്കുന്നത്. ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിന് വിരോധമായി സുവിശേഷം അറിയിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരെന്ന് പൗലോസ് പഠിപ്പിച്ചിരുന്നു. വേറൊരാത്മാവ്, വേറൊരു സുവിശേഷം, വേറൊരു യേശു, ഇതൊക്കെ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയെ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ്. നാമും നമ്മുടെ ഹൃദയത്തിൽ ഇതൊക്കെ കരുതിക്കൊണ്ടാൽ ഏറ്റവും നന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷകളോ അപമാനങ്ങളോ പീഡനങ്ങളോ ഒരിക്കലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ നാം അനുവദിക്കരുത് എന്നാണ് ഇന്നത്തെ വചന ഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. വിമർശിക്കുന്നവരുണ്ടാകാം, കുറ്റപ്പെടുത്തുന്നവരുണ്ടാകാം, ഒറ്റപ്പെടുത്തുന്നവരുണ്ടാകാം. പക്ഷേ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകാതെ കഷ്ടം സഹിക്കുമ്പോൾ തന്നെ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ
സൃഷ്ടാവായ ദൈവത്തിൽ പരമേൽപ്പിക്കുവാനാണ് തിരുവെഴുത്ത് നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. കഷ്ടങ്ങളേറുമ്പോൾ നന്മ ചെയ്യുന്നതിൽ ചിലപ്പോൾ മടുപ്പ് തോന്നിയേക്കാം. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ നിലയിൽ ജീവിച്ചിട്ടും നന്മ ചെയ്തിട്ടും എന്തുകൊണ്ടാണ് കഷ്ടങ്ങൾ എന്ന ചിന്തയിൽ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോയേക്കാം. എന്നാൽ വചനം ഒരിക്കൽ കൂടി നമ്മളെ ഓർപ്പിക്കുന്നു, ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ ദൈവത്തിങ്കൽ ഫലമേൽപ്പിക്കട്ടെ. നമുക്ക് നമ്മുടെ ശരീരാത്മദേഹികളെ സൃഷ്ടാവായ ദൈവത്തിൽ ഫലമേൽപ്പിച്ച് കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ കഴിയണം. നന്മ ചെയ്യുന്നതിൽ നാം ശുഷ്കാന്തിയുള്ളവരാകണം. ദൈവ ഇഷ്ടപ്രകാരമുള്ള കഷ്ടം സഹിക്കുമ്പോൾ ആളുകൾ വിമർശിക്കുകയും വിധിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിലും നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി തികച്ചെടുക്കുവാൻ നമ്മെ സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനങ്ങൾക്കായി സ്തോത്രം. വചനം അനുസരിപ്പാൻ കൃപ നൽകണം. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ.